ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ വൻ വിജയം നേടുകയും മഹാഗഠബന്ധൻ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പരാജയത്തിന്റെ ആഴമിളക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. മത്സരിച്ച 61 സീറ്റുകളിൽ 6 മാത്രം വിജയിച്ച് കോൺഗ്രസ് ഏറ്റവും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. കനത്ത തിരിച്ചടിക്ക് പിന്നാലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നത ഭാരവാഹികളുടെ നിർണായക അവലോകന യോഗം വിളിച്ചു ചേർക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. മഹാഗഠബന്ധനിൽ RJD 25 സീറ്റുകളും കോൺഗ്രസ് വെറും 6 സീറ്റുകളും മാത്രമാണ് നേടിയത്. എൻഡിഎ 202 സീറ്റുകൾ നേടി വൻ വിജയം കുറിക്കുകയാണ് ഉണ്ടായത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോൺഗ്രസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ന് ഇന്ദിരാഭവനിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. AICC ചുമതലക്കാർ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മേധാവികൾ, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാക്കൾ, സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുക്കും. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്ന 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ബീഹാർ മാതൃകയിൽ ഇന്ത്യ മുഴുവൻ SIR നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ 12 ഇടങ്ങളിലാണ് നിലവിൽ SIR നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ 5.99 കോടി വോട്ടർമാരിൽ 95% പേർക്കും നിലവിലുള്ള SIR പ്രകാരം ഫോമുകൾ ലഭിച്ചിട്ടുണ്ട്. കുടിയേറ്റം നടത്തിയതോ മരിച്ചുപോയതോ ആയ വോട്ടർമാരെ നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് പോൾ ബോഡി വാദിക്കുന്നത്. അതേസമയം ബീഹാറിൽ SIR വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ ഒഴിവാക്കി ലിസ്റ്റ് ഇല്ലാതാക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യം.